நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. നമുക്ക് പ്രവേശിക്കാം. മനുഷ്യനെ മായയാൽ കെട്ടപ്പെട്ട് ഈശ്വരനിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതും ശിവഭഗവാൻ തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ശിവൻ്റെ അരുളാൽ മാത്രമേ ഈ പാശത്തെ അറുക്കാൻ കഴിയുള്ളൂ. ഈ പാശം സൃഷ്ടിച്ചതും ഭഗവാൻ, ഈ പാശത്തെ അറുക്കാൻ സഹായിക്കുന്നതും ഭഗവാൻ തന്നെ എന്നിവിടെ പറയണം. നോക്കൂ, എന്നെ ഞാൻ അറിയാതിരിക്കുവാൻ ഇരുട്ടിങ്കൽ പുണ്യപാപങ്ങളോടും പാശത്താൽ ബന്ധിച്ചെന്നെ ത്വക്കിനാൽ മൂടിക്കെട്ടി ഉള്ളിൽ പുഴുക്കളോടും മാലിന്യം വാർന്ന നവദ്വാരങ്ങളോടും കൂടും ദേഹത്തെ സമ്മാനിച്ച് നീ എന്നെ ഭ്രമിപ്പിക്കുന്നു. അല്ലയോ ഭഗവാൻ, നീ എന്നെ ഭ്രമിപ്പിക്കുന്നു. എൻ്റെ യാഥാർത്ഥ്യം എന്നിൽ നിന്ന് അല്ലയോ ഭഗവാൻ നീ മറച്ചു വച്ചിരിക്കുന്നു. എന്നെ ഞാൻ അറിയാതിരിക്കുവാൻ വേണ്ടി, എന്നിലെ ശിവനെ എനിക്ക് കാണാതിരിക്കാൻ വേണ്ടി ഇരുട്ടിങ്കൽ പുണ്യപാപങ്ങളോടും പാശത്താൽ ബന്ധിച്ചു. എന്നെ പുണ്യവും പാപവുമാകുന്ന പാശത്താൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. നിന്നെ അറിയാതിരിക്കാൻ വേണ്ടി, നിന്നിൽ നിന്ന് വേറിടാൻ വേണ്ടി എന്നെ വളരെ ബോധപൂർവം നീ പാശം കൊണ്ട്, പുണ്യപാപങ്ങളാകുന്ന പാശങ്ങൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധനത്തിന് കാരണം അല്ലയോ ഭഗവാൻ നീ തന്നെയാണ്. ആ ബന്ധനം അറുക്കേണ്ടതും നീ തന്നെയാണ്. നീ എങ്ങനെയാണ് എന്നെ ബന്ധിപ്പിച്ചതെന്ന് നോക്കൂ. ത്വക്കിനാൽ മൂടിക്കെട്ടി, ത്വക്ക് കൊണ്ട് ഈ ജീവകൂടത്തെ നീ മൂടിക്കെട്ടി ഉള്ളിൽ പുഴുക്കളോടും മാലിന്യം വാർന്ന നവദ്വാരങ്ങളോടുകൂടിയും, ശരീരത്തിൽ നവദ്വാരങ്ങളുണ്ട്. ഈ നവദ്വാരങ്ങളിലൂടെ മാലിന്യം പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാലിന്യം വാർന്നു പോകുന്ന നവദ്വാരങ്ങൾ സൃഷ്ടിച്ചതും പിന്നെ ശരീരത്തിൽ നിറയെ പുഴുക്കളെ സൃഷ്ടിച്ചതും നീ തന്നെ. അങ്ങനെയുള്ള ജീർണിച്ച ദേഹത്തെ സമ്മാനിച്ചു നീ എന്നെ ഭ്രമിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ശരീരത്തെ, അതായത് നവദ്വാരങ്ങളിലൂടെയും മാലിന്യം വാർന്ന ത്വക്ക് കൊണ്ട് മൂടിക്കെട്ടിയ ഈ ശരീരത്തെ നീ എനിക്ക് സമ്മാനിച്ചു. അത് എന്തിനു വേണ്ടിയാണ്? എന്നെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നീ ചെയ്തത്. ഒന്നിനൊന്നെതിരായി നിൽക്കും ഇന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ പരസ്പരം എതിർത്ത് നിൽക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളാണ്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ സൃഷ്ടിച്ച് വളരെ തന്ത്രപൂർവം ഈ ദേഹത്തെ നീ ചമച്ചിരിക്കുന്നു. നിന്നിൽ നിന്ന് അകറ്റിയിടുവാൻ, നിന്നിൽ നിന്ന് എന്നെ അകറ്റാൻ വേണ്ടിയിട്ട് അല്ലയോ ഭഗവാൻ നീ തന്നെ ഈ കവചം എനിക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ബന്ധങ്ങളാകുന്ന പാശങ്ങളെ കൊണ്ട് നീ എന്നെ കെട്ടിമുറുകിയിരിക്കുന്നു. നിന്നിൽ നിന്ന് അകറ്റിയിടുവാൻ വേണ്ടി പിന്നെ നീ മനവും എനിക്ക് തന്നു, മനസ്സ്. ഈ മനസ്സുകൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്ന് വളരെയേറെ അകന്നത്. അപ്പോൾ മനസ്സ് സൃഷ്ടിച്ചതും അല്ലയോ ഭഗവാൻ നീ തന്നെയാണ്. എന്തിനു വേണ്ടി? നിന്നിൽ നിന്ന് എന്നെ അകറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നീ എനിക്ക് മനസ്സും തന്നത്. പിന്നെ ഹൃത്തിടം നൊന്ത് നിന്നെ കാണാനുഴന്നിടാതെ, എൻ്റെ ഹൃദയം വെന്തുരുകി നിന്നെ കാണാൻ വേണ്ടി ഉഴലാതെ നായേക്കാ നികൃഷ്ടനായി മണ്ണിൽ കിടന്നോരെന്നെ. നായേക്കാ നികൃഷ്ടമായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? ഹൃത്തടം നൊന്ത് നിന്നെ കാണാനുഴന്നിടാതെ, ഹൃദയം വെന്തുരുകി നിന്നെ സ്നേഹത്തോടെ അടുത്തേക്ക് വരാൻ വെമ്പൽ കൂട്ടാതെ നീ എന്നെ നായേക്കാ നികൃഷ്ടമായി മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. അങ്ങനെയുള്ള
എന്നെ അൻപോടെടുത്തണച്ച് ആശ്ലേഷിച്ചൊടുക്കം നീ എന്നമ്മയേക്കാളും ഉള്ളിൽ കാരുണ്യം കാട്ടിയല്ലോ. അപ്പോൾ ആദ്യമൊക്കെ നീ എന്നെ പൂർണ്ണമായും ഒഴിവാക്കിയെങ്കിലും അവസാനം ഈ സമയത്ത് അൻപോട് സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ച് നീ അമ്മയേക്കാളും ഉള്ളിൽ കാരുണ്യം കാട്ടിക്കൊണ്ട്, ഒരമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ സ്നേഹം കൊണ്ട് മൂടുന്നത്, അതേപോലെ അല്ലയോ ഭഗവാൻ, സ്നേഹം കൊണ്ട് അമ്മയെപ്പോലെ അങ്ങ് എന്നെ ആശ്ലേഷിച്ച് എനിക്ക് മോക്ഷം നൽകിയല്ലോ എന്നാണ് പറയുന്നത്. നിൻ്റെ ദർശനം നൽകിയല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഭഗവാൻ തന്നെയാണ് ഈ കെട്ടുകളെല്ലാം ഉണ്ടാക്കിയത്. അതേ ഭഗവാൻ തന്നെ അവസാനം എനിക്ക് എൻ്റെ കെട്ടുകളെല്ലാം അറുത്ത് അമ്മയെപ്പോലെ സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ച് മാറോട് ചേർത്ത് നിന്നിൽ എന്നെ ലയിപ്പിച്ചുവല്ലോ. നായേക്കാൾ നികൃഷ്ടമായൊരു ജീവിതമാണ് ഞാൻ ആദ്യകാലത്ത് നയിച്ചത്. എന്നാൽ ഇന്നാകട്ടെ അങ്ങയുടെ മാറിടത്തിൽ ഞാൻ ഒരു കുഞ്ഞിനെ പോലെ ശയിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെ. ഈ എല്ലാ ബന്ധനങ്ങളും അറുത്ത് കളയുന്നതും നീ തന്നെ. അപ്പോൾ നീയാണ് എല്ലാത്തിൻ്റെയും കാര്യകാരണങ്ങൾ. അങ്ങനെ കാര്യകാരണങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, നീ അമ്മയേക്കാൾ സ്നേഹത്തോടെ എന്നെ വീണ്ടും ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലാളിച്ചുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരമ്മ കുഞ്ഞിനെ എത്രമേൽ സ്നേഹിക്കുന്നുവോ അത്ര അഗാധമായിട്ടാണ് ശിവൻ ഒരു സാധകനെ കരുതി തൻ്റെ ഹൃദയത്തോട് ചേർക്കുന്നത്. അപ്പോൾ ശിവൻ തന്നെയാണ് അയാളുടെ മാലിന്യങ്ങളെല്ലാം അകറ്റാൻ വേണ്ടി ബന്ധനത്തിൽപ്പെടുത്തുന്നത്. എന്തിനാണ് ഈ ബന്ധനങ്ങൾ സൃഷ്ടിച്ചത്? അയാളുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്. സാധകൻ്റെ ഹൃദയത്തെ വിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് ആശാപാശങ്ങളും പുണ്യപാപങ്ങളുമാകുന്ന പാശം കൊണ്ട് ബന്ധിച്ചത്. ആ പാശം അവസാനം അറുത്ത് കളയുന്നതും ഭഗവാൻ തന്നെ. അങ്ങനെ മാലിന്യങ്ങളായ നവദ്വാരങ്ങളോട് കൂടിയ തോലുകൊണ്ട് മൂടിയ ഈ ശരീരത്തെ ഇന്ദ്രിയങ്ങൾ നിർമ്മിച്ച് പരസ്പരം പോരാടുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് നീ ഈ ദേഹത്തെ കൂടുതൽ നീട്ടി. അതിൽ പിന്നെ നിന്നെ അകറ്റാൻ വേണ്ടി എനിക്കൊരു മനസ്സും തന്നു. ഇന്ന് ഞാൻ നായേക്കാൾ നികൃഷ്ടനായ ജീവിതം നയിച്ചിരുന്ന എന്നെ നീ ഇന്ന് ഒരമ്മയെപ്പോലെ സ്നേഹത്തോടെ വീണ്ടും ലാളിക്കുന്നു. അപ്പോൾ ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. ഈ ശരീരം നശ്വരമാണ്. ഈ ശരീരം മാലിന്യങ്ങൾ നിറഞ്ഞതാണ്. ആ മാലിന്യങ്ങൾ നിറഞ്ഞ ശരീരം ശ്രദ്ധിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നാം എന്താണ് പറയുന്നത്? നാം ശരീരത്തിന് പ്രാധാന്യം കൊടുത്താണ് ആദ്യമൊക്കെ ജീവിക്കുന്നത്. ശരീരമല്ല ഞാൻ എന്ന ബോധം എന്നിൽ ഉണ്ടാക്കിയത് അല്ലയോ ഭഗവാൻ അവിടെ നിന്നാണ്. എന്നെ ശരീരബോധം ഉണ്ടാക്കിയതും അവിടുന്ന്. ഈ ശരീരബോധത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നതും അല്ലയോ ഭഗവാൻ അങ്ങ് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം ആദ്യം ഭഗവാനിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. അപ്പോൾ നാം ശരീരബോധത്തിനടിമയാണ്. ശരീരബോധത്തിന് അടിമയാകുമ്പോൾ ഒരു നായേക്കാൾ നികൃഷ്ടമായ ജീവിതമാണ് നാം നയിക്കുന്നത്. ശരീരത്തിനെ പോഷിപ്പിച്ച് ശരീരത്തിനെ സൃഷ്ടിച്ച് നവദ്വാരങ്ങൾ, മാലിന്യമൊഴുകുന്ന നവദ്വാരങ്ങൾ ശ്രേഷ്ഠങ്ങളാണെന്ന് കരുതി ആ ഭോഗസുഖങ്ങളിൽ ആസ്വദിച്ച് നാം ജീവിക്കുന്നു. ഈ നശ്വരമായ ശരീരത്തെ ഈശ്വരനാണെന്ന് കരുതി, ശാശ്വതമാണെന്ന് കരുതി നാം സ്നേഹിക്കുന്നു. നമ്മളെല്ലാം അങ്ങനെയാണ്. ഈ ശരീരം അനശ്വരമാണ് എന്ന് കരുതുന്നു. പക്ഷേ ഒരിക്കൽ നാം മനസ്സിലാക്കുന്നു ഈ ശരീരം നശ്വരമാണ് എന്നും ഇത് വെറും ഒരു കൂമ്പാരമാണ് എന്നും, മാലിന്യങ്ങൾ നിറഞ്ഞ കൂമ്പാരമാണ് എന്നും നാം മനസ്സിലാക്കുമ്പോൾ നാം സാക്ഷാൽ ഈശ്വരത്വത്തിലേക്ക്, ആ പിതൃത്വത്തിലേക്ക്, ആ ജഗതഃ പിതരൗ എന്ന് പറയുന്ന ആ അവസ്ഥയെ നാം പുൽകാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഒരു തിരിച്ചു പോക്കാണ് ഇവിടെ പറയുന്നത്.
ശരീരത്തിലുള്ള ശ്രദ്ധ കൈവിട്ടുകൊണ്ട് ശരീരം ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ശരീരമല്ല സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ശരീരത്തിനും അപ്പുറമുള്ള ആത്മാവാണ് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ശിവൻ്റെ സവിധത്തിലേക്ക് ഓടിയെടുക്കുന്ന ഒരു കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് എങ്ങനെയാണോ ഓടിയെടുക്കുന്നത്, അമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ ആശ്ലേഷിക്കുന്നത്, അതേപോലെ ആ ലോകത്തിൻ്റെ മാതാപിതാക്കൾ നമ്മെ വാരിപ്പുണർന്ന് സ്നേഹം കൊണ്ട് മൂടുന്നു. അപ്പോൾ എല്ലാ കവികളും പ്രത്യേകിച്ചും 18 കവികളും ഈ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് പാടുന്നുണ്ട്. 18 കവികൾ മാത്രമല്ല, എല്ലാവരും ശരീരമാണ് ഈശ്വരൻ എന്നുള്ള ചിന്തയെ നിരസിക്കുന്നു. ശരീരം ശാശ്വതമല്ല, നശ്വരമാണ് എന്ന സത്യം എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമേ നാം ഈശ്വരങ്കലിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. നമുക്ക് ഒരു കവിത നോക്കാം കേട്ടോ. അതായത് പാമ്പാട്ടി സിദ്ധർ എന്ന ഒരു കവിയുണ്ട്. 18 സിദ്ധന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് പാമ്പാട്ടി സിദ്ധർ. കുണ്ടലിനി ശക്തിയാകുന്ന പാമ്പിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതകളാണ് അദ്ദേഹത്തിന് പാമ്പാട്ടി സിദ്ധർ എന്ന പേര് കൊടുക്കാൻ പ്രധാനമായ കാരണമായത്. അപ്പോൾ ശരീരത്തിലെ ആ ശക്തി സ്വരൂപിണിയായ പാമ്പിനെ അന്വേഷിച്ച് കണ്ടെത്തി ആവിഷ്കരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആദ്യം കണ്ടെത്തുന്നത് എന്താ, ഈ ശരീരം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. ഈ ശരീരത്തിൽ അനശ്വരമായ കുണ്ടലിനി ശക്തി കുടികൊള്ളുന്നു എന്ന് കണ്ടെത്തുന്ന ഒരു നിമിഷമുണ്ട്. ആദ്യം അദ്ദേഹം കണ്ടെത്തുന്നത് ഈ ശരീരമാണ് ശിവൻ എന്ന് കരുതുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരീരം ശിവനല്ല. കാരണം ശരീരം വളരെ ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു പാമ്പാട്ടി കവിതയാണിത്. നമുക്ക് അത് നോക്കാം. ചീഞ്ഞ മലവും ചെന്നിരുനിണവും ചേർന്ന ദുർഗന്ധക്കുടമിത് ഉടഞ്ഞാൽ നായും നരിയും പെരും പിശാചും കഴുകും വന്ന് നമതേ എന്ന് തിന്നിടും എന്നാട് പാമ്പേ. അല്ലയോ കുണ്ടലിനി ശക്തി, നീ കാര്യം കാണുക. എന്താണ്? ചീഞ്ഞ മലവും ചെന്നീരും ചെഞ്ചോരയും അതേപോലെ ദുർഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന ഈ ശരീരമാകുന്ന ഉടൽ ഉടഞ്ഞാൽ നായും നരിയും പെരും പിശാചും കഴുകും വന്ന് ഇത് തിന്നുന്നതാണ്. അപ്പോൾ നായിനും നരിക്കും പേയിനും പിശാചിനും കഴുകിനും ആഹാരമാണ് നമ്മുടെ ഈ നാറിയ ശരീരം. നീരിൽ ഉയരും നീർക്കുമിളയുതിർന്നില്ല മായിക പോൽ നിൽക്കില്ല ദേഹം നീങ്ങിവിടും നിശ്ചയം എന്നെണ്ണിയെ പാരിനിൽ പല ജീവൻ പടച്ചവൻ തന്നിലായി പറ്റാർന്നു പറ്റിയേ നിന്നാട് പാമ്പേ. നീരിലുയരും നീർക്കുമിള ഇത് ഒരു നീർക്കുമിള പോലെയാണ്. ശരീരമെന്ന് പറയുന്നത് ഒരു നീർക്കുമിള പോലെ പെട്ടെന്ന് മായുന്നതാണ്. നിൽക്കില്ല ദേഹം നീങ്ങി വിടും നിശ്ചയം എന്നെണ്ണിയേ. ഇതെല്ലാം വളരെ നശ്വരമാണ് എന്നെണ്ണി നീ ഈ ജീവൻ പടച്ചവനെ ശ്രദ്ധിക്കൂ. നാറും മീൻ ഇതിനെ പലവട്ടം നല്ല ജലം തന്നിലായി നാള് കഴിയാലും അത് തൻ നാറ്റം അകലുമോ. കൂറും ഉടലും ഇത് പല തീർത്ഥങ്ങൾ ആടി വന്നാലും കൊണ്ടമലമത് നീങ്ങില്ല എന്നാട് പാമ്പേ. അതായത് ഈ മലം നീങ്ങില്ല. നാറും മീനിനെ പിടിച്ച് നല്ല ജലത്തിലിട്ടാലും അതിൻ്റെ നാറ്റം മാറിയില്ല. എത്ര കഴിയാലും അതിന് നാറ്റം അകലില്ല. അതേപോലെ കൂറും ഉടലും ഇത് പല തീർത്ഥങ്ങളിൽ ആടി നിന്നാലും ഇത് മലം തന്നെയാണ്. കാച്ചമരം കല്ലെറിപ്പെടും കർമ്മകാണ്ഡകായം ദണ്ഡമുറും വാച്ച തപമാർന്നൊരു വാഴുവോർ എന്നങ്ങ് വസ്തുവിൽ തിരുവടി വണങ്ങ് നിന്നാട് പാമ്പേ. കാച്ചമരം കല്ലെറിപ്പെടും
കർമ്മകാണ്ഡകായം ദണ്ഡമൂറും. ഈ കർമ്മകാണ്ഡമാകുന്ന ശരീരം അനേകമനേകം ദണ്ഡങ്ങൾക്ക് വിധേയമാണ്. കാച്ച മരത്തിൽ ആൾക്കാർ എങ്ങനെയാണോ കല്ലെറിയുന്നത്, അതുപോലെ ഈ ശരീരം അങ്ങേറ്റം ദണ്ഡം അനുഭവിക്കുന്നതാണ്. പിന്നെ മരപ്പാ പോലൊരു മണ്ണുരുവം ചെയ്ത് വളമാർന്ന ജീവനൊരു സൂത്രമതിലടക്കി തിരമറിയിങ്കലിരുന്ന് അഷയിപ്പോന്നവൻ തിരസ്കരിക്കിൽ തിടമ്പിത് വീഴ്ന്നിടും എന്നേ തെളിഞ്ഞാട് പാമ്പേ. മരപ്പാ പോലൊരു മണ്ണുരുവം. ഇത് ഒരു മരപ്പാവയെ പോലെയാണ് ഈ ശരീരം. അത് ഏത് നിമിഷവും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് താഴെ വീണുടയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലയോ പാമ്പേ, നീ ഇതെല്ലാം നശ്വരമാണെന്നറിയുക. അപ്പോൾ തൻ്റെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അനശ്വരമായ ശക്തിയോട് പറയാണ്, അല്ലയോ പാമ്പേ, നീ സത്യം മനസ്സിലാക്കുക. എന്താണ്? ശരീരം അങ്ങേറ്റം നാറുന്ന മലം നിറഞ്ഞ ഒരു ഉടൽ മാത്രമാണ്. 9 ദ്വാരങ്ങളുള്ള മലം ചോരുന്ന ആ ശരീരത്തെ നീ ഈശ്വരനായിട്ട് കരുതാതെ, ശാശ്വതമാണെന്ന് കരുതാതെ, അത് നശ്വരമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ശരീരം ഏതു നിമിഷവും രോഗത്തിന് വിധേയമായി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലയോ പാമ്പേ, നീ, അല്ലയോ കുണ്ടലിനി ശക്തിയാകുന്ന പാമ്പേ, നീ ഈ സത്യം മനസ്സിലാക്കി ശക്തി സ്വരൂപിയായ നീ ശിവനോട് ഒത്തുചേരൂ എന്നാണ് പാമ്പിനോട് പറയുന്നത്. അപ്പോൾ പാമ്പാട്ടി സിദ്ധരുടെ കവിതകൾ മാത്രമല്ല, എല്ലാ സിദ്ധ കവികളുടെയും പാടലുകളിൽ നാം കാണുന്നത് ഈ ശരീരം വളരെ നശ്വരമാണെന്നും ശരീരത്തിനപ്പുറമുള്ള ആ ശക്തി സ്വരൂപിണിയായ കുണ്ടലിനി ശക്തിയെ കണ്ടെത്താനുമാണ് നമ്മളോട് ഈ സിദ്ധകവികൾ, 18 സിദ്ധകവികളും പറയുന്നത്. അതിലേറ്റവും നല്ല ഉദാഹരണം പാമ്പാട്ടി സിദ്ധരാണ്. പാമ്പാട്ടി സിദ്ധർ സത്യസാക്ഷാത്കാരം നേടിയ ഒരു മഹാകവിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പാട്ടും അതേപോലെ തന്നെ മാണിക്യവാചകരുടെ ഈ ഭാഗവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓം ശിവായ നമഃ.